വാർത്ത ശരിയായിരുന്നു. ജയശങ്കറെ പ്രതിയാക്കിക്കൊണ്ട് സച്ചിൻ ദേവിൻ്റെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമമനുസരിച്ച് കേസെടുത്തു എന്ന്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ വരികളാണിത്. ജാതിയും മതവും കേരളത്തെ ഗ്രസിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സമാധാന വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിൻ്റെ ആധ്യാത്മിക ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിൻ്റെ മതേതര മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തെ ആചാര്യൻ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം കേരളത്തിലെ ജാതി മത കോമരങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങൾ ഇന്നും മനുഷ്യൻ്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്താണ് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് വച്ച് യദു എന്ന KSRTC ഡ്രൈവറുടെ വാഹനം തടഞ്ഞു നിർത്തി തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTCയുടെ സൂപ്പർഫാസ്റ്റ് ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് തടഞ്ഞ് സാഫല്യം കോംപ്ലക്സിനടുത്ത് വെച്ചായിരുന്നു സംഭവം. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും കൂടെ മറ്റ് 5 പേരും ചേർന്നായിരുന്നു കാറിൽ വന്ന് KSRTC ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കാർ കൊണ്ടുവന്നിട്ട് ഡ്രൈവറെ അസഭ്യം പറയുകയും KSRTC ബസ്സിലേക്ക് സച്ചിൻ ദേവ് MLA അതിക്രമിച്ച് കയറുകയും ദീർഘദൂര ബസ്സിൽ യാത്ര ചെയ്തു വന്ന യാത്രക്കാരെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയും KSRTC ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും അനധികൃതമായി റോഡിൽ വാഹനം കുറുകയിട്ട് ഗതാഗത സ്തംഭനം ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത, ഒന്നിനു പുറകെ ഒന്നായി നിരവധി നിയമരാഹിത്യങ്ങൾ ചെയ്ത സച്ചിൻ ദേവ് MLAയും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെയും കുറിച്ച് പരാമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പ്രസക്തി എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിച്ചേക്കാം. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. KSRTC ബസ്സിൽ താൽക്കാലിക ജീവനക്കാരനായ സാധുവായ 710 രൂപയോ അല്ലെങ്കിൽ 750 രൂപയോ മാത്രം വരുമാനമുള്ള ഒരു താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറെ തങ്ങളുടെ കാറിന് കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബസ്സിന് കുറുകെ വന്ന് തങ്ങളുടെ അധികാര ഹുങ്ക് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു MLAയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രനും കൂടി ആ സാധു മനുഷ്യനെ, ഡ്രൈവറായ യദുവിനെ നിഷ്കരുണം പീഡിപ്പിക്കുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്നാൽ ഇതിനെതിരെ മേയർക്കും സച്ചിൻ ദേവ് MLAക്കുമെതിരെ ഒരു നടപടി പോലും കൈക്കൊള്ളാൻ പോലീസ് തയ്യാറായിരുന്നില്ല. KSRTC ഡ്രൈവറായ യദുവിനെ ആ സ്പോട്ടിൽ നിന്ന് ആ നിമിഷം മേയറും MLAയും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എത്തി യദുവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു. പിറ്റേ ദിവസം ഏതാണ്ട് 2 മണിയോടടുത്താണ് യദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിട്ടയച്ചത്. എന്നാൽ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി നിയമരാഹിത്യം ചെയ്ത, അത് മുഴുവൻ ജനങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത മേയർക്കെതിരെയും MLAക്കെതിരെയും യാതൊരു തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. നമ്മുടെ നാട്ടിലെ നീതിയും നിയമവും ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അധികാരമുള്ളവന്റെ കൂടെ, പണമുള്ളവന്റെ കൂടെയാണ് നീതിയും നിയമ സംവിധാനങ്ങളും നിലകൊള്ളുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് അന്ന് അരങ്ങേറിയത്. എന്നാൽ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന്റെ പേരിൽ ആര്യ രാജേന്ദ്രനെതിരെയും MLA സച്ചിൻ ദേവിനെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുവാൻ കോടതി ഇടപെടുകയായിരുന്നു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഇതിന് ഉത്തരവിട്ടെങ്കിലും പിന്നീട് ആര്യ രാജേന്ദ്രൻ എന്ന മേയറെയോ സച്ചിൻ ദേവ് എന്ന MLAയെയോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുവാനോ ഒരു നോട്ടീസ് അയക്കുവാനോ പോലീസ് തീരുമാനിച്ചില്ല. അല്ലെങ്കിൽ പിന്നീട് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് എന്നുകൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ്. യദുവിനെതിരെ
മേയർ നൽകിയ കേസിൽ മേയർ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ പണമുള്ളവന്റെ കൂടെയാണ്, സ്വാധീനമുള്ളവന്റെ കൂടെയാണ് നിയമങ്ങളും നിയമപാലകരും എന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടിക്രമങ്ങൾ. യദുവിനെ രാവെന്നോ പകലെന്നോ നോക്കാതെ മേയർ കൊടുത്ത കേസിൽ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു കൗണ്ടർ കേസുകളുടെ പേരിൽ പോലീസ് വിളിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന നടപടികളാണ് പിന്നീട് കേരളം കണ്ടത്. തീവ്രവാദികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ യദു ചായക്കടയിൽ ചായ കുടിച്ചു കൊണ്ടുനിന്ന അവസരത്തിൽ പോലും വെള്ളം കുടിച്ച് തീർക്കാൻ പോലും സമയം കൊടുക്കാതെ തന്റെ വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പോലും അതിനനുവദിക്കാതെ തീവ്രവാദികളെ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ജീപ്പിൽ നിർബന്ധപൂർവ്വം കയറ്റി കൊണ്ടുപോകുകയായിരുന്നു, ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ യദുവിനെതിരെ ഇത്രയും നിയമരാഹിത്യങ്ങൾ നടത്തിയ മേയർക്കെതിരെയോ മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLA-ക്കെതിരെയോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിക്രമം പോലും ഉണ്ടായില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ്. ഇതിനെതിരെ തന്റെ ABC എന്ന മാധ്യമത്തിലൂടെ നിശിതമായി MLA-യെയും MLA-യുടെ ഭാര്യയായ ആര്യ രാജേന്ദ്രനെയും മേയർ ആര്യ രാജേന്ദ്രനെയും അഡ്വക്കേറ്റ് S. ജയശങ്കർ നിശിതമായി വിമർശിക്കുകയുണ്ടായി. കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ ചെറുതും വലുതുമായ നീതികേടുകളോടും ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളോടും നിഷ്പക്ഷമായി പ്രതികരിക്കുന്ന തികഞ്ഞ സാമൂഹ്യവാദിയായ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രതികരണ ശേഷിയുള്ള ഒരാൾ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അഡ്വക്കേറ്റ് ജയശങ്കർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും അവരുടെ ഭർത്താവായ MLA സച്ചിൻ ദേവിന്റെയും നീതിരാഹിത്യത്തെക്കുറിച്ച് ഘോരം തന്നെയാണ് സംസാരിച്ചത്. നിയമ നടപടിക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ജയിൽ ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് വക്കീലിന്റെ ഭാഷയിൽ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചത്. എന്നാൽ ഇതിനെതിരെ MLA സച്ചിൻ ദേവ് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് ജയശങ്കറിനെതിരെ കേസ് കൊടുത്തത്. അതായത് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെയാണ് സച്ചിൻ ദേവ് MLA എന്ന മേയറുടെ ഭർത്താവ് കൂടിയായ ഈ MLA-ക്കെതിരെ മേയർക്കെതിരെ ഈ കേസിൽ പ്രതികരിച്ചു, യദുവിന്റെ വിഷയത്തിൽ പ്രതികരിച്ചു എന്നതിന്റെ പേരിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് കൊടുത്തത്. അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ മാധ്യമമായ ABC എന്ന ചാനലിലൂടെ വന്നിരുന്നിട്ടുകൊണ്ടാണ് മേയറിനെയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLA-യുടെയും നിയമരാഹിത്യത്തെക്കുറിച്ച് നിശിതമായ ഭാഷയിൽ വിമർശിച്ചത്. ഇതിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കറെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിലിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സച്ചിൻ ദേവ് MLA കേസ് കൊടുത്തത്. ആ കേസിന് ആസ്പദമായ സംഭവം ആവട്ടെ SC/ST അട്രോസിറ്റി പ്രകാരം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സച്ചിൻ ദേവിനെയോ ഭാര്യ മേയറായ ആര്യ രാജേന്ദ്രനെയോ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാരണവശാലും ആ അഭിമുഖത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല, ജാതി പരാമർശിക്കുന്ന തരത്തിൽ ഒരു വാക്കുപോലും ആ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അത് MLA ആവട്ടെ, മന്ത്രിയാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുപ്രവർത്തകരാകട്ടെ, ഇവരെയൊക്കെ വിമർശിക്കുന്ന ആളുകളുടെ നാവടപ്പിക്കുവാൻ വേണ്ടി കഴിയുമെങ്കിൽ ഇത്തരം ഒരു നിയമം എടുത്ത് പ്രയോഗിക്കുവാൻ എല്ലാവരും തയ്യാറാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത, വിചിത്രമായ വസ്തുത. മുൻപ് CPM സർക്കാരിനെയും CPM സർക്കാരിന്റെ നെറുകേടുകളെയും അതിനിശിതമായി വിമർശിച്ച നിലമ്പൂർ MLA ആയ PV അൻവർ MLA-യുടെ നിയമരാഹിത്യത്തെക്കുറിച്ചും അതിനിശിതമായി വിമർശിച്ച മറുനാടൻ മലയാളികളുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്കെതിരെയും കുന്നത്തനാട് MLA ആയ ശ്രീനിജനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീനിജനെ ജാതീയമായി ഷാജൻ സ്കറിയ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി. പിന്നീട് ഈ കേസ് സുപ്രീം കോടതി വരെ എത്തുകയും ഷാജൻ സ്കറിയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനങ്ങളെല്ലാം റെയ്ഡ് ചെയ്യുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. പോലീസിന്റെയും അധികാരവർഗത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഏതെല്ലാം വിധത്തിൽ പീഡിപ്പിക്കാൻ പറ്റും എന്ന് കേരളം കണ്ടതിന്റെ ഏറ്റവും പുതിയതും വലിയതുമായ ഉദാഹരണം തന്നെയായിരുന്നു ഷാജൻ സ്കറിയയെ CPM നേതൃത്വത്തിലുള്ള ഈ നേതാക്കൾ വേട്ടയാടിയത്. പിന്നീട് ഷാജൻ സ്കറിയ സുപ്രീം കോടതിയിലെത്തിയാണ് ഈ കേസിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ SC/ST അട്രോസിറ്റി ആക്ട് വളരെ ആവശ്യം തന്നെയാണ്. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ ആരെങ്കിലും അനാവശ്യമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന SC/ST അട്രോസിറ്റി ആക്ട് വളരെ ചുരുക്കം പേരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് MLA ശ്രീനിജനും ഇപ്പോൾ MLA സച്ചിൻ ദേവ് MLA-യും പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് വേണം ഇക്കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ.
ഈ രണ്ട് കേസുകളിലും ഷാജൻ സ്കറിയ ഒരു കാരണവശാലും ശ്രീനിജൻ എന്ന MLA ജാതീയമായി എവിടെയും അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ABC എന്ന ചാനലിലൂടെ അഡ്വക്കേറ്റ് ജയശങ്കർ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ് MLA ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉള്ളത്. ഒരു കാരണവശാലും അഡ്വക്കേറ്റ് ജയശങ്കർ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവിനെ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല. എങ്കിലും ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ് MLA SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് ജയശങ്കർ ജാമ്യമെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രം CPMന്റെ പോലീസുകാർ അഡ്വക്കേറ്റ് ജയശങ്കറെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലൂടെ ആർക്കാണ് എന്താണ് നഷ്ടം വരുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കാം. ഒരു വിഭാഗത്തിന്റെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മുൻപ് സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യ ശ്രേണിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അവരെ ജാതീയമായോ മാനസികമായോ ശാരീരികമായോ ആരും പീഡിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിയമത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നു. SC/ST അട്രോസിറ്റി ആക്ട് കൊണ്ടുവരുന്നു. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ആ വിഭാഗത്തിലെ ചുരുക്കം ചില ആളുകളെങ്കിലും ഈ SC/ST അട്രോസിറ്റി ആക്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വിഭാഗത്തിലുള്ള ആളുകളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുവാനോ അവരെ കൂടെ നിർത്തുവാനോ മറ്റുള്ള ആളുകൾ മടി കാണിക്കും. കാരണം എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ SC/ST ആക്ട് പ്രകാരം ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കേസിന് പോയി കഴിഞ്ഞാൽ പിന്നീട് ജാമ്യം പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ വകുപ്പിൽപ്പെട്ട് കൂടുതൽ കുരുക്കിലാകും എന്നുള്ളതിനാൽ ആരും ഇത്തരം വിഭാഗക്കാരെ തങ്ങളുടെ സ്ഥാപനത്തിലോ തങ്ങൾക്ക് പരിചയമുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലി കൊടുക്കുവാൻ പോലും മനസ്സ് കാണിക്കില്ല. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ലഭിച്ചേക്കാം. പക്ഷെ ഒരു കാരണവശാലും ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ഒരു കാരണവശാലും നിയമനം കിട്ടുവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെതിരെ ഈ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ കൃത്യമായി മുന്നോട്ട് വരേണ്ടതാണ്. SC/ST ആക്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ കൃത്യമായി ആ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരം ദുരുപയോഗങ്ങൾ നിൽക്കുകയുള്ളൂ എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. എന്തായാലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് MLA അഡ്വക്കേറ്റ് ജയശങ്കർക്ക് എതിരെ SC/ST ആക്ട് പ്രകാരം കേസ് കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാരണവശാലും ABC ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്ത ആ ന്യൂസിൽ സച്ചിൻ ദേവ് MLAക്കെതിരെയോ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനെതിരെയോ ജാതീയമായി യാതൊരു അഭിപ്രായങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായില്ല, യാതൊരു അധിക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സംശയമുള്ള ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അത് എടുത്ത് കാണുന്നവർക്ക് ബോധ്യമാകും. തീർത്തും നിഷ്പക്ഷമായ രീതിയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചിട്ടുള്ളതെന്ന്. മനഃപൂർവ്വം തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊടുക്കാൻ വേണ്ടി CPMനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും നടത്തുന്ന ഇത്തരം കുൽസിതമായ നീക്കങ്ങൾക്കെതിരെ സമൂഹം ജാഗരൂകരാകേണ്ടതുണ്ട്. SC/ST ആക്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെ വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.